ഹായ് അസ്സലാമു അലൈക്കും. മത്ബഖ് ബൈത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രീൻ ചിക്കനാണ് കേട്ടോ. അടിപൊളി രുചിയിലുള്ളൊരു മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ തയ്യാറാക്കിയെടുത്തൊരു ചിക്കനാണ്. വീഡിയോ കാണാം. 1 കിലോ ചിക്കന് അത് കഴുകി വൃത്തിയാക്കിയതിലേക്ക് 4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം തിരുമ്മി കുഴച്ച് വെക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഒരു കഷ്ണം കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, 1/4 ടീസ്പൂണ് ഉലുവ, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്തതിന് ശേഷം നമുക്ക് 2 മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു മസാല അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പുതിന, മല്ലിച്ചപ്പ്, 2 തക്കാളി കൂടി അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുക. ഈ മസാല നമുക്ക് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കനൊക്കെ നമുക്ക് നല്ല പോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മൾ ചിക്കനൊക്കെ വേവാറായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ ആവിയിൽ വേവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടി പിടിക്കണതിനൊരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്നും കൂടി നമുക്ക് മൂടി വെക്കാം. നമ്മുടെ ചിക്കനിലേക്കുള്ള സ്പെഷ്യൽ മസാല കൂട്ടാണ് കേട്ടോ. 1 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് തരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്ത പൊടി അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് മൂടി വെക്കാം. ഇതാണ് നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി രുചിയാണ്. പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ടില്ല. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത